എല്ലാവർക്കും നമസ്കാരം. 2026-27 അക്കാദമിക് വർഷത്തിൽ 9ാം ക്ലാസ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കേട്ടിരിക്കും, CBSE പുതുതായി നിരവധി മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് കരിക്കുലത്തിൽ എന്നുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിട്ടുപോകാതെ കാണുന്നതിനായി നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണുക. കുറച്ച് ദിവസങ്ങളായി 9ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരും കുട്ടികളും ടീച്ചേഴ്സും എല്ലാം തമ്മിൽ കുറേ ഡിസ്കഷൻസ് വരുന്നുണ്ട്. എന്താണ് അപ്ഡേറ്റ്സ്, അതിനെക്കുറിച്ച് നമുക്ക് എന്താണെന്ന് നോക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെയും നാഷണൽ എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്ക് 2023ലെയും ചില ഡയറക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് CBSE. അതിൽ പ്രധാനമായിട്ട് ഏറ്റവും ആദ്യം കുട്ടികളുടെ കൺസിഡറേഷനിൽ വരുന്നത് 3 ലാംഗ്വേജ് പോളിസിയാണ്. 3 ലാംഗ്വേജ് പോളിസി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും നാൾ നമ്മുടെ കുട്ടികൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് 3 ലാംഗ്വേജ് 8ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിരുന്ന കുട്ടികൾ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അതിൽ 2 ലാംഗ്വേജസ് പഠിച്ചാൽ മതിയായിരുന്നു എന്നാണ് നമ്മളുടെ അറിവ്. പക്ഷെ ഇപ്പം റീസെൻ്റ്ലി ഉള്ള അപ്ഡേറ്റ്സ് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾ 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴും 3 ലാംഗ്വേജ് തന്നെ പഠിക്കണം. പക്ഷെ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജ് ഫോറിൻ ലാംഗ്വേജ് ആവാം, പക്ഷെ 2 ലാംഗ്വേജുകൾ, ബാക്കിയുള്ള 2 ലാംഗ്വേജുകളും ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം. ഇനി ആശ്വാസത്തിന് വക നൽകുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് 3 ലാംഗ്വേജും നമ്മുടെ കുട്ടികൾ പഠിക്കണം എന്ന് പറയുമ്പോഴും CBSE നിഷ്കർഷിക്കുന്നത് 2 ലാംഗ്വേജുകൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നു. ആ 2 ലാംഗ്വേജുകളാണ് ബോർഡ് എക്സാമിന് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ 3ാമത്തെ ലാംഗ്വേജ് R3 ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് അത്രയും അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കേണ്ട ആവശ്യമില്ല. 6th ലെവൽ ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്ക് +1 ലോക്കൽ ലിറ്ററേച്ചർ ബുക്ക്, അത് രണ്ടുമാണ് പഠിക്കേണ്ടുള്ളത്. ഇനി ഏറ്റവും സമാധാനം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് ബോർഡ് എക്സാമിന് ഉണ്ടാവില്ല, ബോർഡ് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇന്റേണൽ അസസ്മെന്റ് വഴി മാർക്ക് കിട്ടിയാൽ മതി വിദ്യാർത്ഥികൾക്ക്. പക്ഷെ അവർ പഠിക്കണം. 9th-ലും 10th-ലും ഈ ലാംഗ്വേജ് അവർ പഠിക്കണം. പക്ഷെ അതിൻ്റെ മാർക്ക് ഇന്റേണൽ അസസ്മെന്റ് വഴി സ്കൂളിൻ്റെ അകത്ത് വെച്ച് തന്നെ മാർക്കിട്ട് കൊടുത്താൽ മതി. പക്ഷെ അവർ മസ്റ്റായിട്ടും ഇത് പരീക്ഷ എഴുതി, ഇന്റേണൽ പരീക്ഷ ആയാലും അത് എഴുതി പാസ്സായിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വാലിഡ് ആവുള്ളൂ എന്ന് പ്രത്യേകം CBSE പറയുന്നുണ്ട്. അഡ്വാൻസ്ഡ് ലെവൽ പഠിക്കേണ്ട ലാംഗ്വേജ് വേറെയും ഇത്തരത്തിൽ ചുരുങ്ങിയ രീതിയിൽ പഠിക്കേണ്ട ലാംഗ്വേജ് ആണ് R3, 3ാമത്തെ ലാംഗ്വേജ്. അതുകൊണ്ട് ആരും തന്നെ അത്രയ്ക്ക് വറീഡ് ആവേണ്ട കാര്യമില്ല. 9th സ്റ്റാൻഡേർഡിൽ വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് കമ്പൽസറി ആയിട്ട് R3 ലാംഗ്വേജിന്റെ കാര്യമാണ് പറയുന്നത്. തേർഡ് ലാംഗ്വേജ് അതിൽ പറയുന്നത് ഇത് കമ്പൽസറി ആയിട്ട് ഇവർ പഠിക്കേണ്ടത് ക്ലാസ് 6th ടെക്സ്റ്റ് ബുക്ക് +1 ലോക്കൽ ലിറ്റററി ടെക്സ്റ്റ് ബുക്ക്, ഇതാണ് ഇവർ പഠിക്കേണ്ടത് R3 ലാംഗ്വേജിന്. പക്ഷെ നോട്ടീഷ്യബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അതിൻ്റെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടല്ല, അവർ 10th എത്തുമ്പോഴും അവർ പഠിക്കേണ്ടത് 2027-28 ഈ വിദ്യാർത്ഥികൾ 10th സ്റ്റാൻഡേർഡിലെത്തും. അപ്പോൾ അവർ പഠിക്കേണ്ടതും കമ്പൽസറി ക്ലാസ് 7th ടെക്സ്റ്റ് ബുക്ക് +1 ലോക്കൽ ലിറ്റററി ടെക്സ്റ്റ് ബുക്കാണ് 10th എത്തുമ്പോൾ അവർ പഠിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ബോർഡ് എക്സാമിന് പരീക്ഷ ഉണ്ടാവില്ല, പക്ഷെ അസസ്മെൻ്റ് ഉണ്ടാവും. അത് സ്കൂളിൽ ഒരു ഇന്റേണൽ ഒരു ഫ്രെയിം വർക്കിലായിരിക്കും അതിൻ്റെ അസസ്മെൻറ്റും മാർക്കും ഉണ്ടാവുന്നത്. ഇതാണ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ മെയിനായിട്ടുള്ള CBSEയുടെ അപ്ഡേറ്റ്സ്. ഇനി ലാംഗ്വേജിൻ്റെ കാര്യം കഴിഞ്ഞാൽ അടുത്തതായിട്ട് CBSE വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് പഠന രീതിയിലുള്ള മാറ്റമാണ്. ഇത്രയും കാലം നമ്മളൊരു കാര്യം പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതിയായിരുന്നു. ഇനി അങ്ങനെയല്ല, കൂടുതലായി പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് CBSE. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇനേഷ്യയെക്കുറിച്ച് ഫിസിക്സിൽ ഇനേഷ്യ, ജഡത്വം എന്നൊക്കെ മലയാളത്തിൽ പറയും. അതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക
ജഡത്വം എന്താണ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇനേഷ്യ എന്താണെന്ന് എഴുതുക എന്ന് അല്ല എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഇനേഷ്യയെക്കുറിച്ച് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ കൂടെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വരിക, ഒരു ബസ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മുടെ ബോഡി മുന്നോട്ട് ആഞ്ഞു പോകുന്നു, എന്താണ് കാര്യം? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ആ രീതിയിൽ പ്രായോഗികമായി കുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൃത്യമായും ബൈ ഹാർട്ട് അല്ല പഠിച്ചിരിക്കുന്നത്, കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി മുതൽ. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ലെവല് മെഷർ ചെയ്യണം വിദ്യാർത്ഥിൻ്റെ. പിന്നെ പ്രാക്ടിക്കൽ ബേസ്ഡ് നോളജ് എങ്ങനെയുണ്ടെന്ന് അറിയണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് ബൈ ഹാർട്ട് പഠിച്ചു എഴുതുമല്ല, മനസ്സിലാക്കി എഴുതുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ തന്നെ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുവഴി അസസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഈ ഒരു പോയിന്റ്സ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടും ആയിരിക്കും ഇനി മുതൽ എക്സാമിനേഷൻ നടക്കുന്നത്. പിന്നെ CBSE എല്ലാ വിഷയങ്ങളിലും കരിക്കുലം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സിലബസ് എല്ലാം തന്നെ പുതുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് ഇതിലെല്ലാം തന്നെ കാര്യമായ മാറ്റങ്ങൾ വരും. അതുകൂടാതെ പുതിയ കുറച്ച് സബ്ജക്റ്റുകൾ CBSE ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ടൂറിസം, റീറ്റെയിൽ, ഹോം സയൻസ്, ഇങ്ങനെയുള്ള കുറച്ച് സബ്ജക്ട്സ് CBSE പുതുതായി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് താല്പര്യം അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലാതെ ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. NEP എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ കോമ്പിനേഷൻസും നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് NEP ഒക്കെ പറയുന്നത്. കൂടുതൽ ചോയ്സുകൾ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ NEPയും NCFും ഒക്കെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കൂടുതൽ എനർജി തരുന്ന രീതിയിൽ, കൂടുതൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലായിരിക്കും ക്രമീകരിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.